തിരുവനന്തപുരത്ത് സഹകരണ എക്സ്പോ 3-ാം പതിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സഹകരണ നിയമത്തിൽ കാര്യമായി ഭേദഗതി വന്ന സമയമാണ് ഇത് എന്നും സഹകരണ സംഘ പുനരുദ്ധാരണ നിധി പ്രകാരം ഒരു സഹകരണ സ്ഥാപനവും പൂട്ടേണ്ടി വരില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ചുരുങ്ങിയ കാലയളവ് കൊണ്ടുതന്നെ സഹകരണ സംഘങ്ങൾക്കും സഹകരണ വിപണിക്കും ഉണർവ് നൽകാൻ എക്സ്പോക്ക് കഴിഞ്ഞുവെന്നും കേരളത്തിലെ ചില സംരംഭങ്ങൾ ആഗോളതലത്തിൽ പ്രശസ്തി നേടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന്റെ 4-ാം എഡിഷനാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ സഹകരണ സംഘങ്ങൾക്കും സഹകരണ വിപണിക്കും ഉണർവ് നൽകുന്ന ഒന്നായി ഈ എക്സ്പോ മാറി. കേരളത്തിലെ ചില സംഘങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രശസ്തി നേടിയിട്ടുമുണ്ട്. എക്സ്പോയുടെ ഭാഗമായി 250-ലധികം സ്റ്റാളുകളിലായി സഹകരണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന 12 സെമിനാറുകളിൽ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഫിജി തുടങ്ങിയ 7ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. 70,000 ചതുരശ്ര അടിയിലുള്ള ശീതീകരിച്ച് 250-ലധികം പ്രദർശന സ്റ്റാളുകളും വിവിധ ജില്ലകളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള 12,000 ചതുരശ്ര അടിയിലുള്ള ഫുഡ് കോർട്ടും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. സമാപന ദിവസമായ 30 വരെ വൈകിട്ട് വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.